എന്റെ വോട്ട് മാത്രം ഉണ്ടാകുക എന്നാണ് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇത് റിസൾട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. ഹായ് ഒരുവൺ. മണ്ണാർക്കാടിൽ CPM-ന്റെ കോട്ടയിൽ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും ഒരു വോട്ട്. കൂടെ നിന്നവരും ചതിക്കുകയാണ്, ഒപ്പമുള്ളവർ എല്ലാവരും കൈവിടുകയാണ്. എന്തിനു വേണം, സ്വന്തം വീട്ടിലെ അമ്മ പോലും വോട്ടിട്ടിട്ടില്ല എന്നതാണ് സത്യം. ഒരൊറ്റ വോട്ടാണ് കിട്ടിയത്. കരഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, CPM-ന്റെ ഈ തോൽവി ഞാനിങ്ങനെ വിളിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് എന്തൊക്കെ ഭീഷണിയാണ് മക്കളെ. ഒന്നിനും പേടിക്കുക പോലുമില്ല. ഇതിൻ്റെ രോമത്തിൽ പോലും ഇവന്മാരുടെ ഭീഷണിയേക്കില്ല. യുവന്മാരുടെ തോൽവി ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ മാത്രം മതി, വേറെല്ലാം ഞാൻ ഇട്ടു. ഓക്കെ, അപ്പോൾ ചങ്ങായിക്ക് കനത്ത തോൽവിയാണ്, കരഞ്ഞുകൊണ്ട് ചങ്ങായി പറയുന്നുണ്ട്. അതിനു മുമ്പ് VD സതീശൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ തോക്കാനുള്ള കാരണം, അത് VD സതീശൻ പറഞ്ഞത് നമ്മൾ ആദ്യം കേൾക്കാം. അതിനുശേഷം ചങ്ങായി കരഞ്ഞുകൊണ്ട് പറയുന്ന ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, LDFന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം, വെറുക്കുന്നു. എല്ലാ സർക്കാരുകളോടും കേരളത്തിലെ ജനങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജനം വെറുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി സർക്കാർ മാറി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ കാണിച്ച വർഗീയതയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയത, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയത. ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, കൊണ്ടു നടന്ന പല ആളുകളും ഈ വർഗീയത ആളിക്കെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. വർഗീയത BJPയുടെ അതേ അജണ്ടയാണ് CPM ഉണ്ടാക്കിയത്. BJP ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാണ്. അവർ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിക്കാൻ ശ്രമിച്ചപ്പോൾ CPM അതേ പാതയിലൂടെ സഞ്ചരിച്ചു. ഇന്ന് BJPക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം ഉൾപ്പെടെ, നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM കളിച്ച ഈ ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ്. അതിൻ്റെ ഗുണഭോക്താവ് CPM ആയിരുന്നില്ല, BJP ആയിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതാണ്. 1987 EMS നമ്പൂതിരിപ്പാട് എടുത്ത തന്ത്രം 2025-ലും 26-ലും വില പോയില്ല. അദ്ദേഹത്തിൻ്റെ 87-ലെ തന്ത്രത്തിനൊന്ന് ഗുണമുണ്ടായി. ഇന്ന് അതല്ല. ഇന്ന് അതിന്റെ ഗുണഭോക്തായി മാറുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിരിക്കും. 100% VD സതീശൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരൊറ്റ വോട്ടിന് തോറ്റ ചങ്ങായി കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഒന്നൊന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ, എന്റെ വോട്ട് മാത്രം ഉണ്ടാകുക എന്നാണ് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇത് റിസൾട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അറിഞ്ഞത്. ഒരു വോട്ടൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെ, ഒരു 10 വോട്ട് എങ്ങനെയെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി വേദനയാണ് തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലും ഇദ്ദേഹത്തിന് വോട്ട് ഇട്ടിട്ടില്ല എന്നതാണ് സത്യം. എന്തിനു വേണം, ഇദ്ദേഹത്തിന്റെ ഒപ്പം 4-5 പ്രവർത്തകരുണ്ടാവുമല്ലോ, കുറെ പ്രവർത്തകരുണ്ടാവുമല്ലോ, എല്ലാ വീടിറങ്ങാനും, അവർ പോലും ഇദ്ദേഹത്തിന് വോട്ടിട്ടില്ല എന്നതാണ് സത്യം. അതായത് CPM-ന്റെ കോട്ടയിലാണ് CPM-ന് ഇങ്ങനെ വലിയൊരു തിരിച്ചടി ഉണ്ടായത് എന്നതാണ് സത്യം. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് LC സെക്രട്ടറിയുടെ വാർഡിലാണ് 2 സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടുതൽ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ അവിടെ CPM-ന് കൊടുക്കും. ഇവിടെ CPM-ന് കാലങ്ങളായിട്ടുള്ളതാണ്, എത്ര ഇത് മത്സരിച്ച് കഴിഞ്ഞാൽ 120 വോട്ട് LDF-നുണ്ട് 1-ാം വാർഡിൽ. ആ 120 വോട്ട് ഇവിടെ സിദ്ദീഖിന് കൊടുക്കാം. എന്തോ തോന്നണത്, ഞെട്ടലൊക്കെ വന്നു. ഞെട്ടല് വരേണ്ട ആവശ്യമില്ല. കാരണം അവിടെ LDF-ന് വേണ്ടിയിട്ട് ആരും വർക്കിന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് തോൽവിയിലേക്ക് എത്തുന്ന അറിയാലോ. പക്ഷെ ഒരു വോട്ടൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെ, ഒരു 10 വോട്ട് എങ്ങനെയെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്റെ പൊന്നു ബ്രോ, ഒരു ഇലക്ഷൻ ആകുമ്പോ, നീ ഒരു സ്ഥാനാർത്ഥി ആകുമ്പോ നിന്റെ ഒപ്പം മിനിമം ഒരു 20 പേരെങ്കിലും ഉണ്ടാവൂലേ, എല്ലാ വീടിറങ്ങാനും, കുറെ ഇവന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനും. എന്തിനു വേണം, സ്വന്തം വീട്ടുകാരുണ്ടാവൂലേ. ആരും ചങ്ങായിക്ക് വോട്ടിട്ടില്ല എന്നതാണ് സത്യം. എന്താ അല്ലേ കാലത്തിന്റെ പോക്ക്. ഞാനൊരു കാര്യം പറയാം, കൂടെ ഉള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. LDF-കാരെ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്. LDF എന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ നിന്ന ഒരൊറ്റ എണ്ണം പോലും ഇവൻ വോട്ടിട്ടിട്ടില്ല. ഒരു 10 വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇട്ടു ഇവർക്ക് വാദിക്കാം. വെറുതെ എങ്കിലും ആരെങ്കിലും ഒരു 10 വോട്ട് കിട്ടിയിരുന്നെങ്കിൽ, ഒരു വോട്ട് പോലും എന്തിനു വേണം, സ്വന്തം വീട്ടുകാർ പോലും ചങ്ങായിയെ ചതിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി മാത്രമാണ് തോന്നുന്നത്. പൊന്നുപ്രേക്ഷകരെ, റിപ്പോർട്ടർ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, CPM-ന് മാത്രം അനുകൂലമായി വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനൽ പതിയെ CPM-നെ കൈവിട്ട് തുടങ്ങി.
അവർക്ക് മനസ്സിലായി ഇനി CPM സപ്പോർട്ട് കൊടുത്താൽ 8ന്റെ പണി കിട്ടും. നിലവിൽ ഇന്ന് രാവിലെ കൊടുത്ത വാർത്തയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് മുമ്പ് പറയുന്നതിനും നിലവിൽ പറയുന്നതും ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് എന്തായാലും അവരെ വാർത്തയുടെ ചെറിയൊരു ക്ലിപ്പ് ഒന്നൊന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ, മൂന്നാം ഭരണത്തിലേക്കുള്ള ചവിട്ടുപടിയായി തദ്ദേശം പിടിക്കാനുള്ള തീവ്ര യത്നത്തിലായിരുന്നു LDF. ലോക്സഭയിൽ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ചും ഈഴവ വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ നിരന്തരം മലീമസമാക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം നിർത്തുകയെന്ന ലളിതയുക്തിയാണ് ആദ്യം പയറ്റിയത്. ശരിയാണ്, പിണറായി വിജയന് ഏറ്റവും വലിയ ഒരു മണ്ടത്തരമാക്കിയത് ഇവിടെയാണ്. അതായത് നമ്മളിവിടെ കൃഷ്ണൻ ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്, വിൻസെന്റ് ഒന്നാണ്. ഈ നാട്ടിൽ ഒരേ മതമുള്ളോ ആ മതത്തിന്റെ പേര് മനുഷ്യമതമാണ്. നമ്മൾക്കിടയിൽ വർഗീയതയില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പിണറായി വിജയൻ എന്തിനാണ് വർഗീയത കൊണ്ടുവരുന്നത്? അതുകൊണ്ടാണ് കുറേ ഭൂരിപക്ഷം ന്യൂനപക്ഷം ക്രിസ്ത്യാനി വോട്ടും മുസ്ലിം വോട്ടും ഒക്കെ UDFിലേക്ക് പോകാനുള്ള കാരണം ഇതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി കൂടി കേട്ട് നോക്കാം. പിന്നെ ചെയ്തത് ആഗോള അയ്യപ്പ സംഗമം എന്ന പ്രഖ്യാപനമാണ്. ഇടഞ്ഞു നിന്ന NSSനെ കൂടി ഇണക്കി ഹിന്ദു വോട്ടുകൾ കൂട്ടമായി തങ്ങളിലേക്ക് എത്തിക്കാനാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. കൈവിട്ട തന്ത്രത്തിന് എരിവ് പകരാൻ വോട്ടെണ്ണലിന്റെ അവസാന നാളുകൾ വരെ UDFിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും പറഞ്ഞു നിന്നു. അല്ല, പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ നോക്കൂ. നിങ്ങൾ CPMന്റെ വലിയ വലിയ നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അവരെ പാർട്ടിയിൽ നിന്ന് ചെറിയൊരു സസ്പെൻഷൻ പോലും പിണറായി വിജയൻ കൊടുത്തിട്ടില്ല. അതാണ് വലിയൊരു അടിയായത്. എഡ്യൂക്കേഷനാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, കേരളം എഡ്യൂക്കേഷൻ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഇവിടെ ഒന്നും നടക്കൂല. എല്ലാവരും ചിന്തിക്കും. പിണറായി വിജയൻ ഏറ്റവും വലിയ അടിയായത് ഇവിടെയാണ്. ഓക്കെ, നമുക്ക് നേരെ ബാക്കി കൂടി കേട്ടോ. ഇത് വാർത്ത കൊടുക്കുന്നത് റിപ്പോർട്ടറാണ്. ഞാൻ ചിരിച്ചുപോയി. റിപ്പോർട്ടർ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കലുണ്ടോ? അതായത് അറിഞ്ഞോ ഇതിനെ സപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ബാക്കി കൂടി കേട്ട് നോക്കാം. ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കണ്ണുവെച്ചത് കേരള കോൺഗ്രസ് എമ്മിലൂടെയാണ്. ഇതിനായി മറ്റ് ഘടകകക്ഷികളോട് പിശുക്ക് കാട്ടിയപ്പോഴും സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസിന് വാരിക്കോരി സീറ്റുകൾ നൽകി. ഇതോടെ മതസാമുദായിക ഘടകങ്ങൾ അനുകൂലമാകുമെന്നും തദ്ദേശത്തിൽ വിജയപാത ഉറപ്പിക്കാമെന്നുമായിരുന്നു LDFന്റെ മനക്കോട്ട. ഒരു കാര്യം പറയുകയാണ്, CPMൽ പ്ലാൻ റെഡിയാക്കാൻ, ഗ്രൗണ്ട് സെറ്റാക്കാൻ യുവാക്കളില്ല. MV ഗോവിന്ദനും പിണറായി വിജയൻ, ഞാൻ അവരെ ചെറുതാക്കുന്നതല്ല. അതായത് ഇത്ര ഏജായി 10-70 ഏജായവരൊക്കെ ഗ്രൗണ്ട് സെറ്റാക്കിയാൽ ഒരിക്കലും നടക്കൂല. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിലേക്ക് ഷാഫി പറമ്പിലടങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താണെങ്കിലും കളിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ യുവാക്കളും കിളവന്മാരും തമ്മിൽ കളിച്ചാൽ എന്താവും? ഞാൻ അവരെ കളിയാക്കുന്നില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കൂ. MV ഗോവിന്ദന് സംസാരിക്കാൻ എന്തെന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിന് ഒരു മൈക്ക് കൊടുത്തു. MM മണി ഇവരുടെ നേതാക്കൾ. MM മണി ഇന്നലെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇവർ വിചാരിച്ചത് ഇപ്പോഴും 1980 കളിക്കുന്നത് ഇപ്പോൾ കളിച്ചാൽ വർക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ CPMന്റെ പരാജയം യുവാക്കൾ ഗ്രൗണ്ട് സെറ്റാക്കാൻ ഇല്ല എന്നതാണ്. പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും അത് ശരി. അദ്ദേഹം അങ്ങ് കായാൻ വേണ്ട മുഖ്യമന്ത്രിയല്ലേ, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന് ഇത്ര വലിയ വയസ്സായ അദ്ദേഹം തീരുമാനമെടുത്താൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ബാക്കിയും കൂടി കിടന്നോക്കാം. എന്നാൽ പ്രതീക്ഷകളെ തകർത്തെറിയുന്നതായിരുന്നു ജനവിധി. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ഹിന്ദു വോട്ടുകൾ കൈവിട്ടു. ഇടുക്കിയിലും കോട്ടയത്തും എറണാകുളത്തും ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായും UDFിനൊപ്പം പോയി. UDFിന് അനുകൂലമായി മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നതോടെ വടക്കൻ കേരളത്തിലും LDF തകർന്നടിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഇടതുപക്ഷത്തിന്റെ മറ്റൊരു തന്ത്രപരമായ പരാജയം. അയ്യന്റെ സ്വർണം കട്ടക്കേസിൽ മുതിർന്ന നേതാക്കളായ N വാസുവും A പത്മകുമാറും അറസ്റ്റിലായിട്ടും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന പ്രതിരോധമാണ് CPIM പയറ്റിയത്. ലൈംഗിക വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് നീട്ടി ശബരിമല കൊള്ളയിലെ വാർത്തകളെ മൂടിവെക്കാമെന്നും കണക്കുകൂട്ടി. ഇതാര് വാർത്ത കൊടുക്കുന്നത്? റിപ്പോർട്ടറാണ്. അതായത് റിപ്പോർട്ടറിന് മനസ്സിലായി ഇനി പിണറായി വിജയന്റെ പിന്നിൽ പോയി കാര്യമില്ല, ഇനി UDFന്റെ പിന്നിൽ വരണമെന്ന്. റിപ്പോർട്ടറിനോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വരണ്ട, നിങ്ങളുടെ ആവശ്യമില്ല ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ നിങ്ങൾ CPMന്റെ കൂടെ മാത്രം പോയിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ VD സതീശൻ വെസ് പിണറായി വിജയൻ, 2 പേരുടെ വ്യത്യാസം ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. VD സതീശൻ അറിയാം, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ VD സതീശൻ പാർട്ടിയിൽ നിന്നാണ് പുറത്താക്കിയത്. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. നേരെ മറിച്ച് പിണറായി വിജയൻ, മുകേഷ് തെറ്റ് ചെയ്ത ഒരാളാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരാളും അവിടെ മുകേഷ് തെറ്റ് ചെയ്ത ഒരാളും. അങ്ങനെ തെറ്റ് ചെയ്ത ഒരാളെ ന്യായീകരിക്കുകയും അതിനുശേഷം അയ്യപ്പന്റെ സ്വർണം കട്ടവർ ഇവരുടെ വലിയ വലിയ നേതാക്കളെന്ന് അറിയുമ്പോൾ CPM ഒരു ചെറിയൊരു സസ്പെൻഷൻ പോലും കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് VD സതീശൻ ഇവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്തായാലും തിരിച്ചെടുക്കും, അത് ഉറപ്പാണ് ആ കാര്യത്തിലൊക്കെ. അപ്പം നമ്മൾ ഒരു പ്രാഥമിക ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇവിടെ ഗ്രാഫ് ഉയരുന്നത് VD സതീശൻ്റെതാണ്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതായത് പിണറായി വിജയൻ്റെ പാർട്ടിയും ഞങ്ങളുടെ പാർട്ടിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്.
പിണറായി വിജയൻ്റെ പാർട്ടിയിൽ പിണറായി വിജയൻ പോയി സംസ്ഥാന കമ്മിറ്റിയിൽ പോയിരുന്നിട്ട് പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ ആരും ഒന്നും മിണ്ടില്ല. പക്ഷെ വി ഡി സതീശൻ പോയി KPCC യോഗത്തിലിരുന്ന് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ എഴുന്നേറ്റിരുന്ന് പറയും ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്ന്. അത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 100% ശരിയാണ് ഇവിടെ വി ഡി സതീശൻ പറഞ്ഞത്. അതായത് MV ഗോവിന്ദനും MM മണിയും പിണറായി വിജയനും എന്ത് പറഞ്ഞു അത് ശരിയാണ്. നിങ്ങൾ നോക്കൂ, MV ഗോവിന്ദന് മിനിമം ഒരു 65-70 വയസ്സായി, പിണറായി വിജയനും 75 വയസ്സായി, MM മണിക്ക് ഒരു 80-78 വയസ്സായി. ഈ 3 പേര്, അതായത് ജനറേഷൻ ന്യൂ. ഇപ്പം ഞാനൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയുകയാണ്. നിലവിലെ അവസ്ഥയിൽ കോടികൾ മുടക്കിയിട്ട് സിനിമ ഉണ്ടാക്കുന്നു, പരാജയപ്പെടുന്നു. കാരണം ട്രെൻഡ്, നമ്മുടെ ജനറേഷൻ ചേഞ്ച് ആവുമ്പോൾ നമ്മൾ ചേഞ്ച് ആയി വരണം. അതാണ് നിലവിലെ അവസ്ഥ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 80, 88, 90 വയസ്സായവർ പാർട്ടിക്ക് വേണ്ടി തീരുമാനമെടുത്താൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതുകൊണ്ടാണ് CPM വൻ ലോക പരാജയത്തിലേക്ക്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം പിണറായി വിജയൻ്റെ ഭരണമെന്ന് പേര് മാത്രമാണ്, ഒരു നല്ല പ്രവർത്തനം പിണറായി വിജയൻ ചെയ്തിട്ടില്ല. ഓക്കെ. മൂന്നാമത്തെ കാരണം ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്ത് കഴിഞ്ഞു. എന്തായാലും ഒരു 10-15 വർഷത്തേക്ക് UDF കണ്ണ് ചെമ്പിട്ട് കേരളം ഭരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ. UDF ഇനി CPM ഇല്ല, BJP ഇല്ല, UDF തന്നെ ഭരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും പൊന്നു പ്രേക്ഷകരെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.